ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്ത് എത്തിച്ചു. അല്പസമയത്തിനകം സെൻട്രൽ സ്റ്റേഷനിൽ ഹാജരാക്കും. രാവിലെ വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു. ജാമ്യ ശ്രമത്തിനിടയിൽ തന്നെ പോലീസ് ബോച്ചയെ വലയിലാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വയനാട്ടിൽ നിന്നിപ്പോൾ ബോച്ചയെ എറണാകുളത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കും. തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്നത് നാളെ ആയിരിക്കുമെന്നാണ് നേരത്തെ ശരൺ പറഞ്ഞത്. പക്ഷേ എന്തൊക്കെ നടപടികളിലേക്കായിരിക്കും ഇന്ന് കടക്കുക എന്നുള്ളത് അറിയാനുണ്ട്. കുറച്ചു മുൻപാണ് ഹണി റോസ് വിഷയത്തിൽ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം സെൻട്രൽ സ്റ്റേഷനിൽ ബോബി ചെമ്മണ്ണൂർ എത്തും. ശരൺ ചേരുന്നുണ്ട്. ശരൺ, എറണാകുളത്ത് എത്തിയിരിക്കുന്നു. ശരണിലേക്ക് വരാം. സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ നടപടികളിലേക്ക് ഘട്ടം ഘട്ടമായി പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. കൊച്ചിയിൽ എത്തിച്ചു, സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശരൺ ഉണ്ട്. ശരൺ, സ്റ്റേഷനിൽ എത്തിയാലുള്ള നടപടികൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ചേരാനെല്ലൂർ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടേക്ക് എത്തിക്കും. ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിശദമായ ചോദ്യം ചെയ്യലാണ് അടുത്ത പോലീസിന്റെ നടപടി. നേരത്തെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയാക്കിയിരുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇനി ACPയുടെ നേതൃത്വത്തിൽ, സെൻട്രൽ ACP ആയ ജയകുമാറിന്റെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. നേരത്തെ തന്നെ ഹണി റോസ് ചില തെളിവുകളടക്കം കൈമാറിയിരുന്നു. ഈ പരാതിക്കൊപ്പം തന്നെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന്റെ തെളിവുകളടക്കം കൈമാറിയപ്പോൾ ആ തെളിവുകൾ കൂടി വെച്ചുകൊണ്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് നടക്കുക. ഇതിൽ പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടി വരും. നേരത്തെ പ്രാഥമിക ചോദ്യം ചെയ്യൽ നടക്കുന്ന വേളയിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത് താൻ അത്തരത്തിൽ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ്, ആരോപണമാണ് അദ്ദേഹം മൊഴിയായി നൽകുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുമെന്നുള്ളത് പ്രധാനമായും മാറുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മറ്റു നടപടിക്രമങ്ങൾ, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും നാളെ കോടതിയിൽ ഹാജരാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. രാത്രി നമുക്കറിയാം 5 മണിക്ക് ശേഷം, വൈകിട്ട് 5 മണിക്ക് ശേഷം കോടതി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തിയാലും മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കുക. അങ്ങനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്ന് ഹാജരാക്കേണ്ടതില്ല. ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുക. അതിനുശേഷം നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമായിരിക്കും നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിവേഗത്തിലുള്ള നടപടികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. നേരത്തെ ഹണി റോസ് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. ഒരാൾ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നിരന്തരമായി അധിക്ഷേപിക്കുന്നു എന്നുള്ള ആരോപണമാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. അത് ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള അടക്കം കാര്യങ്ങളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ചില കമൻറ്റുകൾ കൂടി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള വാഹനം ബോൾഗാട്ടിയിൽ എത്തിയിരിക്കുന്നു. ബോൾഗാട്ടിയുടെ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിട്ട് ചില അശ്ലീല കമൻറ്റുകൾ വന്നിരുന്നു. ആ അശ്ലീല കമൻറ്റുകൾ വച്ചുകൊണ്ടുള്ള, ആ സ്ക്രീൻഷോട്ട് കൂടി വച്ചുകൊണ്ടുള്ള പരാതിയാണ് പിന്നീട് സെൻട്രൽ പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ തുടക്കത്തിൽ ഒരു കേസ് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ്. അതിൽ തന്നെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കുമ്പളം സ്വദേശിയായ ഷാജിയെ വേഗത്തിൽ തന്നെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഹണി റോസ് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട പരാതി വൈകിട്ട് 5 മണിയോടുകൂടി സെൻട്രൽ പോലീസിന് നൽകുന്നത്. പിന്നീട് ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് ഈ വിവരം ഹണി റോസ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെ നിരന്തരമായിട്ട് ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തി, അതുകൊണ്ട് തന്നെ അതിൽ ആക്ഷൻ വേണമെന്നുള്ളതാണ്. അങ്ങനെ പരാതി വന്നതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്നത് വെറും 2 മണിക്കൂറിനുള്ളിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പല തലത്തിലുള്ള പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒന്ന്, ആ കുറ്റകൃത്യം ഈ സ്റ്റേഷൻ പരിധിയിലാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കും. ഇതിന് പുറമെ തന്നെ നിയമവശങ്ങൾ, ഏതൊക്കെ വകുപ്പുകളാണ് ചേർക്കേണ്ടത്, ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തും. ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടും ഒപ്പം തന്നെ സർക്കാരുമായിട്ടൊക്കെ കൂടിയാലോചന നടത്തിയപ്പോൾ ഈ വിഷയത്തിൽ കർക്കശമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അങ്ങനെ ഉന്നത നിർദ്ദേശപ്രകാരം വളരെ വേഗത്തിൽ തന്നെ മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇവിടെ 7 മണി കൂടി FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സെൻട്രൽ SIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം
വയനാട് ലക്ഷ്യമാക്കി പോകുന്നു. അതിനു മുമ്പ് തന്നെ, അതായത് ഇത്തരത്തിൽ ഒരു പരാതി വന്നപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ എവിടെയാണെന്നുള്ളത് പോലീസ് ട്രേസ് ചെയ്തിരുന്നതാണ്. അപ്പോഴാണ് മേപ്പാടിയിലാണ്, വയനാട്ടിലെ മേപ്പാടിയിലാണ് ഉള്ളതെന്നുള്ള കാര്യം പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇവിടുന്ന് SIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മേപ്പാടിയിലേക്ക് പോകുന്നത്. അവിടെ ഇന്ന് പുലർച്ചെ 4:30 കൂടിയാണ് എത്തുന്നത്. അദ്ദേഹം, ഈ ബോബി ചെമ്മണ്ണൂർ, ഒരു പരിപാടിയിൽ, കോയമ്പത്തൂരിലെ ഒരു ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. ആ റിസോർട്ടിൻ്റെ തൊട്ട് അടുത്തുള്ള ബോച്ചെ 1000 ബോച്ചെ ഒരു അത്തരത്തിൽ ഒരു പേരിലുള്ള ഒരു സ്ഥലം,